പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. നഗരസഭാങ്കണത്തിൽ ഭദ്രദീപം തെളിയിച്ച് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ നവതി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, റോണി പോൾ മാവേലി, മുനിസിപ്പൽ കൗൺസിലർമാരായ PV ശിവകുമാർ, KS പ്രസാദ്, സ്മിത കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി MH ഷാജിഖ് നന്ദിയും പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും നല്ല സാംസ്കാരിക പട്ടണം എന്ന ഒരു പദവി, ഏറ്റവും ശുചിത്വപൂർണമായിട്ടുള്ള ആരോഗ്യ സമ്പത്തുള്ള ഒരു പട്ടണം എന്നുള്ള നമ്മുടെ പദവി, അതുപോലെ നമുക്ക് വികസിക്കേണ്ട നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ട നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വർഷം നമുക്ക് ഈ നവതി ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകും. നമുക്കറിയാം 1936 ഒരു നഗരസഭയായി രൂപം കൊണ്ടുകൊണ്ടാണ് അന്ന് മുതൽ നമ്മുടെ പട്ടണത്തിൽ കേരള മുനിസിപ്പൽ ആക്ടും അതിനനുസരിച്ച് ബിൽഡിംഗ് ആക്ടും ഒക്കെ പ്രാവർത്തികമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വീതിയുള്ള റോഡുകളും നമുക്ക് കെട്ടിടങ്ങൾ കൃത്യമായിട്ടുള്ള മാർഗരേഖയ്ക്ക് അനുസരിച്ച് നിർമ്മിച്ചതുകൊണ്ട് ഒരു കുരുക്ക് അനുഭവപ്പെടാത്തൊരു സാഹചര്യം നമ്മുടെ പട്ടണത്തിൽ നിലനിൽക്കുന്നതിന് കാരണമാണ്. നമ്മൾ ഇപ്പോൾ പുതുശ്ശേരിയായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് വ്യത്യാസം മനസ്സിലാവും. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലായിരുന്നു, അവിടെ നിയമങ്ങൾ, മുനിസിപ്പൽ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. കേരളം ബിൽഡിംഗ് റോഡ് ഉണ്ടായിരുന്നില്ല. ബിൽഡിംഗ് റോഡൊക്കെ 2000-ന് ശേഷം രൂപം കൊണ്ടതാണ്. അപ്പോൾ അതിന് ശേഷമുള്ള പട്ടണത്തിൻ്റെ പ്ലാനിങ് മാത്രം നടത്തിയതുകൊണ്ടാണ് അവിടെ കുറച്ചുകൂടി കൺജസ്റ്റഡായിട്ട് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം. നമുക്ക് ഈ നവതി ആഘോഷം കഴിയുന്നതോടുകൂടി ആ മേഖല നമുക്ക് വികസനം കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുറേ കൂടി നല്ല രീതിയിൽ ആ പ്രദേശത്തിൻ്റെ കാർഷിക പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പട്ടണമായിട്ട് വികസിക്കാനുള്ള അതിൻ്റെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിൽ നമുക്ക് ഈ നവതി വർഷത്തിലെ ആ മേഖലയെ കൂടി പുഷ്ടിപ്പെടുത്തുന്ന ഒരു തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഉത്സവാഘോഷങ്ങൾ സുരക്ഷിതവും റോഡിലെ അപകടങ്ങൾ 1/3 കുറയ്ക്കുകയുമാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് B കൃഷ്ണകുമാർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവാഘോഷങ്ങൾ പൊതുജനങ്ങൾക്ക് സമാധാനപരവും സുരക്ഷിതമായും കുറ്റകൃത്യരഹിതവുമായി ആസ്വദിക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളാണ് റൂറൽ പോലീസ് ഒരുക്കുന്നത്. ആനകളുടെ കാര്യത്തിൽ ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പാപ്പന്മാരുടെ രേഖകൾ എന്നിവ പോലീസ് പരിശോധിച്ച് ഉറപ്പുവരുത്തും. വെടിക്കെട്ട്, വർണ്ണമഴ എന്നിവയ്ക്ക് നിയമാനുസൃതമായ അനുമതികളും ലൈസൻസും ഉണ്ടെന്നത് ഉറപ്പുവരുത്തും. ആഘോഷ പരിപാടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്ന് സംഘാടകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CCTV ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കിയതോടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. റോഡ് സുരക്ഷയാണ് റൂറൽ പോലീസ് അടുത്ത ലക്ഷ്യമായി കാണുന്നത്. റോഡ് അപകടങ്ങൾ 1/3 കുറയ്ക്കണം. ആവശ്യമായ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തി കർശന പരിശോധന ഏർപ്പെടുത്തും. ജില്ലാ പോലീസ് സൂപ്രണ്ട് B കൃഷ്ണകുമാർ പറഞ്ഞു. ഈ ആന എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, അത് ജന്മന ഒരു വന്യമൃഗമാണ്. ഒരു പിന്നെ അൺകൾച്ചേർഡായ ഒരു അനിമലാണ് ആന. ബേസിക്കലി അപകടകാരിയാണ്. ഈ വലിപ്പം കൂടെ ഉണ്ടായതുകൊണ്ട് എന്ത് വലിയ ക്രൂരകൃത്യവും ചെയ്യാനും പറ്റും. അത് വന്ന് വെറുതെ ഒന്ന് ഓടിയാൽ പോലും മനുഷ്യന് വെറുതെ നമ്മുടെ ഇളക്കൊക്കെ നടന്നു പോയാൽ നമ്മൾ തീർന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വന്യമൃഗത്തിനെ കൊണ്ടുവരുന്ന കൊണ്ടുവരുമ്പോൾ 2-3 കാര്യങ്ങൾ ബേസിക്കായിട്ട് ചെയ്യണം. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ അത് പലതും ഇംപ്ലിമെൻറ്റഡ് അല്ല. ഒന്ന്, ആനപ്പാപ്പൻ നല്ല ആൾ വേണം. ആന രോഗമില്ലാത്തതായിരിക്കാം. എന്തെങ്കിലും വന്നാൽ അതിനെ ഉടനെ തിളയ്ക്കാനുള്ള മയക്കുമരുന്ന് സംവിധാനവും ഡോക്ടറും വേണം. ആന ചിലപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് ഓടാം, ആളുകൾ ഓടി മറിഞ്ഞു വീഴാം. ആന ദേഹത്ത് തട്ടി വരാം, നമ്മൾ ഓടി വന്ന് കൊക്കയിൽ വീണോ കുഴി വീണോ കാലും കൈ ഓടിയാം, നമ്മുടെ പെണ്ണുങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ. ഇതിന് ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം വേണം. ഉത്സവപ്പറമ്പിൽ ഒരാൾ ഓടി മറിഞ്ഞാൽ, ആനയെ കണ്ട് വരണ്ട് ഓടിയാൽ 10 പേര് വീണാൽ 10 പേർക്കും ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? ഇത് പലരും ചെയ്യാറില്ല. നമ്മളതിപ്പോൾ നിർബന്ധമാക്കി. ആനകളുടെ ഇൻഷുറൻസ് നിർബന്ധമാക്കി. ആന ഇൻഷുറൻസും ആളുകളുടെ ഇൻഷുറൻസും ഇല്ലാത്തത് നമ്മൾ ഉത്സവം നടത്തണമെന്ന് പറയും.
എന്ന് പറഞ്ഞാൽ നടത്തേണ്ടെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 7 ദിവസം മുമ്പ് ഔദ്യോഗികമായിട്ട് നമ്മൾ നോട്ടീസ് കൊടുക്കുക എല്ലാ അമ്പലങ്ങളും, എല്ലാ പള്ളികളും. ഇപ്പോൾ അത് ഞങ്ങൾ 100% ഉറപ്പാക്കി. KSTA ഇരിങ്ങാലക്കുട ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CM കിഡ്സ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി സംഘടിപ്പിച്ച മാതൃകാ പരീക്ഷ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വർഷ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ നിർവാഹക സമിതി അംഗം വിദ്യ KV, PTA പ്രസിഡന്റ് ഭക്തവത്സലൻ എന്നിവർ ആശംസകൾ നേർന്നു. ഉപജില്ലാ സെക്രട്ടറി KR സത്യപാലൻ സ്വാഗതവും അക്കാദമിക് കൺവീനർ ജ്യോതിഷ് MV നന്ദിയും പറഞ്ഞു. ഇതിവിടെ നടത്തുന്ന ഒരു പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്, ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്, അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. മറ്റു സംഘടനകൾക്ക് മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. മറ്റു സംഘടനകൾക്ക് ഇതൊരു മോഡലാക്കി മാറ്റുവാനുള്ള ഒരു സൗകര്യമാണ് ഇവർ ഇന്നിവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിനു മുൻപും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റു മഹാമാരികൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അതിന് ഏറ്റവും മാതൃകാപരമായി കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടി, മലയാളികളെ സഹായിക്കുന്നതിന് വേണ്ടി, ജീവൻ നിലനിർത്തുന്നതിനും അവരെ ഉന്നതിയിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായിട്ടാണ് KSTA ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, മറ്റ് സാമൂഹ്യ വിഷയങ്ങളെല്ലാം തന്നെ സമൂഹത്തിനെ പുരോഗമനപാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് KSTA മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇന്ന് മോഡൽ പരീക്ഷ നടക്കുമ്പോൾ കുട്ടികൾ ഏതെല്ലാം പരീക്ഷയ്ക്ക് തയ്യാറായിക്കോട്ടെ, ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളിലുണ്ടാകുന്ന ഭയം മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു ആ പരീക്ഷയെ തയ്യാറെടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ അമ്പ് ഫെസ്റ്റ് ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ടൗൺ അമ്പ് കമ്മിറ്റി പ്രസിഡന്റ് റെജി മാലക്കാരൻ, ജനറൽ കൺവീനർ ജിക്സൺ മങ്കിടിയാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 10 ചൊവ്വാഴ്ച വൈകിട്ട് 6 മാർക്കറ്റ് ജംഗ്ഷനിൽ നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ MK ഷാജി നിർവഹിക്കും. ഫെബ്രുവരി 11 ബുധനാഴ്ച വൈകിട്ട് 7 നടക്കുന്ന മതസൗഹാർദ്ദ സദസ്സിൽ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി, മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ എന്നിവർ പങ്കെടുക്കും. ഫെബ്രുവരി 12 വൈകിട്ട് 5 ആരംഭിക്കുന്ന അമ്പ് പ്രദക്ഷിണം ചന്തക്കുന്ന് ചന്ദ്രിക ജംഗ്ഷൻ മുനിസിപ്പൽ മൈതാനം വഴി ഠാണാവിലെത്തി കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപിക്കും. അമ്പ് പ്രദക്ഷിണം മുനിസിപ്പൽ മൈതാനിയിൽ എത്തുമ്പോൾ മുനിസിപ്പൽ ഓഫീസിന് മുൻവശത്ത് സംഘടിപ്പിക്കുന്ന സാഹോദര്യ ദീപ പ്രോജ്വലനത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവും ജനപ്രതിനിധികളും പങ്കെടുക്കും. 10,000 മെഴുകുതിരികൾ മുനിസിപ്പൽ മൈതാനിയിൽ തെളിയിച്ച് വിശ്വ സാഹോദര്യ ദീപ പ്രോജ്വലനവും വർണ്ണമഴയും നടക്കും. സെക്രട്ടറി ബെന്നി വിൻസെന്റ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഹോബി ജോളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, കൺവീനർമാരായ പോളി കോട്ടോളി, ജോജു പള്ളൻ, ഡയസ് ജോസഫ്, ജോബി അക്കരക്കാരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഇരിങ്ങാലക്കുടയിലെ ചരിത്ര പ്രസിദ്ധവും വർഷം തോറും നടത്തി വരികയും ചെയ്യുന്ന കത്തീഡ്രൽ പള്ളിയിലെ ദനഹത്തിരുന്നാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്നതും ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇരിങ്ങാലക്കുട ടൗൺ അമ്പ് ഫെസ്റ്റിവൽ. ഇരിങ്ങാലക്കുട മാർക്കറ്റിലെ തൊഴിലാളികൾ, വ്യാപാരികൾ, ഡ്രൈവർമാർ തുടങ്ങി ആ പരിസരവാസികളൊക്കെയും ഒത്തൊരുമിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന, എല്ലാവരും കൂടി ആഘോഷപൂർവ്വം പങ്കെടുക്കുന്ന പെരുന്നാളാണ് ടൗൺ അമ്പ് ഫെസ്റ്റ്. ഈ വർഷം അത് ഫെബ്രുവരി 10 ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇരിങ്ങാലക്കുട മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊടിമരത്തിൽ കത്തീഡ്രൽ വികാരി വെരി റെവറൻഡ് ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ കൊടിയേറ്റം നടത്തുന്നതോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇരിങ്ങാലക്കുട മാർക്കറ്റിന്റെ പരിസരവുമൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഇരിങ്ങാലക്കുട SHO ശ്രീ MK ഷാജി നിർവഹിക്കും. അതിനുശേഷം കൊച്ചിൻ സരികയുടെ എന്റർടൈൻമെന്റ്സിന്റെ ഫ്യൂഷൻ മ്യൂസിക് നൈറ്റ് ഉണ്ട്.
ചൊവ്വാഴ്ച. ബുധനാഴ്ച ഫെബ്രുവരി 11 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് മതസൗഹാർദ്ദ സദസ്സ്. മതസൗഹാർദ്ദ സദസ്സിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ടാണ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി തുടങ്ങിയ മത നേതാക്കളും ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ MP ജാക്സൺ തുടങ്ങിയവർ പങ്കെടുക്കുന്ന മതസൗഹാർദ്ദ സദസ്സ്. മാപ്രാണം ചർച്ച് റോഡ് ചിറയത്ത് തെക്കൂടൻ പൗലോസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥാടന ദേവാലയത്തിൽ നടക്കും. ആനി ഭാര്യയും ഡെയ്സി, റാഫി എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.